പ്രതിവർഷം ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഫണ്ട് അനിവാര്യമായതിനാൽ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. LDF സർക്കാർ ഒപ്പിട്ട PM ശ്രീയുമായി UDF സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. വിശദാംശങ്ങളും വിശകലനങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, ഇപ്പോഴും സംസ്ഥാന സർക്കാർ കേരളം ഈ പദ്ധതിയിൽ ഇല്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ UDF സർക്കാർ എങ്ങനെ ഈ പദ്ധതി നടപ്പാക്കും? ഈ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് MSF അടക്കം വലിയ പ്രതിഷേധം ഉയർത്തുമ്പോൾ ലീഗിന്റെ നിലപാട് നിർണായകമാണ്. എങ്ങനെയായിരിക്കും സർക്കാരും UDFും ഈ വിമർശനങ്ങളെ രാഷ്ട്രീയമായി നേരിടുക, പ്രതിരോധിക്കുക? യു ടേൺ എന്ന വിമർശനത്തിന് UDFിന്റെ മറുപടി എന്തായിരിക്കും? PM ശ്രീ വിഷയത്തിൽ UDF സർക്കാർ തങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞിരുന്ന നിലപാടുകളിൽ നിന്നും പൂർണ്ണമായും മലക്കം പറഞ്ഞിരിക്കുന്നുവെന്ന് തന്നെയാണ് ഇന്നത്തെ നേതാക്കളുടെ പ്രഖ്യാപനങ്ങളിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നേരത്തെ തങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ ഒരു തരത്തിലും നടപ്പിലാക്കാൻ അനുവദിക്കില്ല, ആ പദ്ധതി തന്നെ എടുത്ത് അറബിക്കടലിൽ തള്ളും എന്ന് പറഞ്ഞ നേതാക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ UDFിന്റെ നിർണായകമായ യോഗം ചേരുന്നു. ആ യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് UDFിന്റെ തീരുമാനം എന്ന് പറയുന്നത്. അത് സർക്കാരിന് നിരവധിയായിട്ടുള്ള ഫണ്ടുകൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുണ്ട്. ആ ഫണ്ടുകൾ നേടിയെടുക്കുന്നതിനായി സർക്കാർ ഏത് വിധേനയുള്ള നടപടികളിലേക്കും കടക്കും. അത് ആരുടെയും ഔദാര്യമല്ല, അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നായിരുന്നു UDF കൺവീനർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് നടപ്പിലാക്കുന്ന ഘട്ടത്തിലും UDF പറഞ്ഞു വയ്ക്കുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒപ്പുവെച്ചൊരു നിയമമാണ്. അത് കേന്ദ്ര സർക്കാരുമായി ആ ഒരു ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ പദ്ധതിയിൽ നിന്ന് തങ്ങൾക്ക് ഇപ്പോൾ പിന്മാറാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദമായി ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ആ വിഷയം കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിലൊക്കെ തന്നെയും ചർച്ചയ്ക്ക് വരുത്തുകയും അത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ പോലും സ്വാധീനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുകയും ചെയ്തിരുന്നത് കൊണ്ട് തന്നെ PM ശ്രീ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ആ വിഷയം തന്നെയാണ് പ്രതിപക്ഷം നിലവിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യമെന്ന് പറയുന്നതും. LDF സർക്കാരിൻ്റെ നയങ്ങളാണ് തുടരുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ LDF തന്നെ ഭരിക്കട്ടെ, UDF രാജിവെച്ച് മാറി നിൽക്കുകയല്ലേ ഉചിതമെന്ന് ഇന്ന് LDFിൻ്റെ നേതാക്കൾ പറയുന്നതും ഇത്തരത്തിൽ ഈ വിഷയത്തിലെ രാഷ്ട്രീയം തന്നെ നോക്കിക്കൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് UDFിന് വരും ദിവസങ്ങളിൽ നൽകേണ്ട രാഷ്ട്രീയ വിശദീകരണങ്ങളൊക്കെ തന്നെയും അത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ഫണ്ടുമായി ബന്ധപ്പെട്ട നിലനിന്നിരുന്ന വലിയ പ്രശ്നങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു. ആ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്ന ഘട്ടത്തിൽ അന്നത്തെ സർക്കാർ പറഞ്ഞിരുന്നതും ഇത്തരത്തിൽ SSK ഫണ്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്ന് അന്ന് പറഞ്ഞിരുന്നു. അന്ന് LDF ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണോ പറഞ്ഞിരുന്നത് അത് തന്നെ ആവർത്തിക്കുന്ന ഒരു നിലയാണ് ഇപ്പോൾ UDF അധികാരത്തിലേക്ക് വരുമ്പോൾ കാണിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, പ്രതിപക്ഷത്തിരുന്നപ്പോൾ വലിയ വിമർശനവും ശക്തമായ എതിർത്ത പദ്ധതിയുമായി UDF സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിന് കേന്ദ്രത്തിൽ നിന്ന് 1200 കോടിയോളം രൂപ ലഭ്യമാകാനുണ്ട്. അതൊക്കെയാണ് സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്.